Hey guys, Madhu sir is here. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നുമല്ല, തമ്പനയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ റെഡി അല്ലേ? ഓക്കെ അല്ലേ? അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത് LSSന്റെ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എജ്യൂപോർട്ടിന്റെ സ്പെഷ്യൽ ബാച്ചിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത ഒരുപാട് മക്കൾസ് ഉണ്ട്. ഈ ഒരു അവസരം കളഞ്ഞ് നിങ്ങൾ കുളിക്കരുത്. സോ വെൻ ഓൺലി ആദ്യം ചേരുന്ന 1000 സ്റ്റുഡൻസിന് മാത്രമാണ് അല്ലേ? 1000 സ്റ്റുഡൻസിന് മാത്രമാണ് വെറും 49 റുപ്പീസിന് 49 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് അല്ലേ, സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ചാപ്റ്ററും ബേസ് ചെയ്തിട്ടുള്ള, ഓരോ യൂണിറ്റും ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്, ലൈവ് സെഷനുകൾ, സൂം ലൈവുകൾ ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പം മിസ് ഔട്ട് ചെയ്താൽ പിന്നെ ആ ഒരു ഓഫർ കഴിയും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോയി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. സോ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈമിംഗ് വേർഡുമായി ബന്ധപ്പെട്ടതാണ്. വേർഡ്സ് എൻഡിങ് വിത്ത് സെയിം സൗണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വേർഡ്സ് എൻഡിങ് വിത്ത് ദ സെയിം സൗണ്ട് ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ് അല്ലേ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് എൻഡിങ് വിത്ത് ദ സെയിം സൗണ്ട് ആണല്ലേ. ലൈക്ക് അല്ലേ, ഉദാഹരണമായി കാറ്റ്, ബാറ്റ്, ഹാറ്റ് അല്ലേ. ദെൻ റെയിൻ, ട്രെയിൻ, പെയിൻ അല്ലേ. അപ്പൊ ഉദാഹരണമായി 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ സാർ ഉന്നയിക്കുകയാണ്, ആഡ് മോർ റൈമിംഗ് വേർഡ്സ്. ഇതില് 1 to 5 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ റൈമിംഗ് വേർഡ്സ് നിങ്ങളോട് ആഡ് ചെയ്യാൻ സാറ് പറയുന്നു. ഏതൊക്കെ നമുക്ക് അപ്പോൾ ആഡ് ചെയ്യാം? ഫസ്റ്റ് വൺ കാറ്റ്, ബാറ്റ്. സെക്കൻഡ് വൺ റെയിൻ, ട്രെയിൻ. തേർഡ് വൺ സൺ, ഫൺ. ദെൻ ഫോർത്ത് വൺ ജംപ്, ലം. ദെൻ ഫിഫ്ത്ത് വൺ സ്റ്റാർ, കാർ. ഇതിനോടുകൂടി നിങ്ങൾ ഒരു മിനിമം ഒരു 2 എണ്ണം കൂടി ആഡ് ചെയ്ത് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആൾ ആരാ നോക്കട്ടെ. ദെൻ നമുക്ക് ഉത്തരത്തിലൊക്കെ ഇടർന്നാലോ? എങ്ങനെ വരും? കാറ്റ്, ബാറ്റ്, റാറ്റ്, സാറ്റ്, മാറ്റ്. കൂട്ടിച്ചേർത്തൂടെ? കാറ്റ്, ബാറ്റ്, റാറ്റ്, സാറ്റ്, മാറ്റ്. ദെൻ റെയിൻ, ട്രെയിൻ, പെയിൻ, ഗെയിൻ, ചെയിൻ. പറ്റുമല്ലോ അല്ലേ? റൈമിംഗ് വേർഡ്സ് ആയി വരുന്നതാണ്. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? സ്പെല്ലിംഗ് അല്ല, ഒരിക്കലും സ്പെല്ലിംഗ് അല്ല. വി വേർ ലുക്കിംഗ് എൻഡിങ് വിത്ത് ദ സെയിം സൗണ്ട്. സൗണ്ടിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ദെൻ തേർഡ് വൺ സൺ, ഫൺ. ദെൻ ഗൺ, നൺ, സൺ. അല്ലേടാ. ദെൻ ദ ഫോർത്ത് വൺ ജംപ്, ലം, ഡംപ്, ഹം, പ്ലം. അല്ലേ. ദെൻ ദ ഫിഫ്ത്ത് വൺ സ്റ്റാർ, കാർ, വാർ, ബാർ, ചാർ. അല്ലേ. ഈ 5 അല്ലേ റൈമിംഗ് വേർഡ്സ് നമ്മൾ കൂടുതൽ കണ്ടെത്തി. ഇനി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റാണ്. നിങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്ത ആൻസർ ഒക്കെ എവിടെ ചെയ്തു? നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കോളം നമ്പർ എ കോളം നമ്പർ ബിയുമായി ഉചിതമായ മാച്ച് ദ റൈമിംഗ് വേർഡ്സ്, ഉചിതമായിട്ടുള്ള റൈമിംഗ് വേർഡ്സുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ കോളം എ ഉള്ള വേർഡുകൾ നോക്കിക്കോളൂ. ഹോപ്പ്, ബേക്ക്, ടോൾ, ലൈറ്റ്, സിംഗ്. കോളം ബിയിലുള്ളതോ? ബോൾ, നൈറ്റ്, കിങ്, കേക്ക്, സ്റ്റോപ്പ്. ഓക്കെ ആണോ? അപ്പൊ കോളം എയിലെയും ബിയിലെയും നോക്കൂ. ഏതൊക്കെയാണോ നിങ്ങൾ റൈമിംഗ് വേർഡ്സ് ആയി വരുന്നത്, നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് മെല്ലെ ആൻസറിലോട്ട് കിടക്കാം. സെറ്റാണോ? നോക്കാം. യെസ്. ഹോപ്പ്, സ്റ്റോപ്പ് അല്ലേ. ഹോപ്പ്, സ്റ്റോപ്പ്. ബേക്ക്, കേക്ക്. ടോൾ, ബോൾ. ദെൻ ലൈറ്റ്, നൈറ്റ്. സിംഗ്, കിങ് അല്ലേ. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക? ഇവ തമ്മിൽ കോളം എയും ബിയുമായി പൂരിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായി കിട്ടുന്ന റൈമിംഗ് വേർഡ്സ്. ഹോപ്പ്, സ്റ്റോപ്പ്, ബേക്ക്, കേക്ക്, ടെയിൽ, ടോൾ, ബോൾ, ലൈറ്റ്, നൈറ്റ്, സിംഗ്, കിങ്. ഓക്കെ അല്ലേ? സോ നമ്മൾ 2 ആക്ടിവിറ്റീസ്, 2 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. വി ആർ മൂവിങ് ടു ദ തേർഡ് വൺ. ക്രിയേറ്റ് യുവർ ഓൺ റൈമിംഗ് വേർഡ്സ്. നിങ്ങളുടേതായ റൈമിംഗ് വേർഡ്സ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. റൈറ്റ് എ വേർഡ് ദാറ്റ് റൈം വിത്ത് ബുക്ക്. ബുക്കുമായി റൈം ചെയ്തു പോകുന്ന വേർഡുകൾ ഏതൊക്കെയാണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് വൺ മാനുമായി റൈം ചെയ്തു പോകുന്ന വേർഡുകൾ ഏതൊക്കെയാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
തേർഡ് വൺ ബോളുമായി റൈം ചെയ്തു പോകുന്ന വേർഡുകൾ ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫോർത്ത് വൺ ഡേയുമായി കമൻറ്റ് ചെയ്തു പോകുന്നത് റൈം ചെയ്തു പോകുന്ന വേർഡ് ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് കിട്ടുന്നത്? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസേഴ്സ് നോക്കാം. ബുക്കുമായി വരുന്ന ബുക്ക്, കുക്ക്, ലുക്ക്, ഹുക്ക്, ടൂക്ക് വരില്ലേടാ അല്ലേ? ഒട്ടനവധി ഇനിയും വരും. കുക്ക്, ലുക്ക്, ഹുക്ക്, ടൂക്ക്. ദെൻ സെക്കൻഡ് വൺ മാൻ എന്നത് അല്ലെ, മാനുമായി വരുന്നത് മാൻ, ഫാൻ, വാൻ, റാൻ, ക്യാൻ അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ബോൾ അല്ലെ, ബോളുമായി വരുന്നത്, ബോളുമായി കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് ടോൾ, ഫോൾ, ഹാൾ, മാൾ പറ്റില്ലേടാ. ബോൾ, ടോൾ, ഫാൾ, ഹാൾ, മാൾ. ദെൻ ഫോർത്ത് വൺ ഡേയുമായി വരുന്നത് സേ, വേ, സ്റ്റേ, ക്ലേ. ഡേ, സേ, വേ, സ്റ്റേ, ക്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എത്ര എണ്ണം ഡിസ്കസ് ചെയ്തടാ? ക്വസ്റ്റ്യൻ നമ്പർ 3 4 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതുമായി കൂട്ടിച്ചേർത്ത് ഒരു 2 വേർഡ് കൂടി നിങ്ങൾ ഓരോന്നിനും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ, യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ബ്ലാങ്ക് വൺ. ഇത് റൈമിംഗ് വേർഡ് അല്ല, മറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കോൾ എന്നതിനെ കോൾഡ് എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ റഷ് എന്നതിനെ എങ്ങനെ എഴുതും? വാക്ക് എന്നതിനെ എങ്ങനെ എഴുതും? ഷെയ്ക്ക് എന്നതിനെ എങ്ങനെ എഴുതും? ഇതിൻ്റെ ഏതു ഫോമാണ്? V3 ഫോമാണ്. ഇപ്പൊ കിട്ടിയോ? V3 ഫോമാണ്, വെർബിന്റെ V3 ഫോം. എങ്ങനെ എഴുതാം? അപ്പൊ കോൾ എന്നതിനെ കോൾഡ് എന്ന് എഴുതിയെങ്കിൽ റഷ് എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, റഷ്ഡ് എന്ന് എഴുതാം. വാക്ക് എന്നതിനെ വാക്ക്ഡ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഷെയ്ക്ക് എന്നതിനെ ഷൂക്ക് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? കമന്റിൽ അറിയിക്കുക. കൂടുതൽ V1 ഫോമുകൾ V3 ഫോമായി നിങ്ങൾ കമന്റിൽ എഴുതുക. Then next important last question for you. Dash give us important message and tell us about event. Dash എന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകൾ തരുന്നു, അതോടൊപ്പം തന്നെ ഇവന്റുകളെ കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഡാഷ് ഗീവ് അസ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ആൻഡ് ടെൽ us about ഇവന്റ്. ഇവന്റുകളെ കുറിച്ച് അറിയാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് ഏതിലൂടെ നൽകുന്നു, ഏതിലൂടെ തരുന്നു? നിങ്ങൾ വിശദീകരിച്ച് കോളൊക്കെ വരച്ച് എഴുതാൻ പഠിച്ചതല്ലേ? ഏതാണ്? യെസ്, we know that's notice. Notice gives us important messages and tell us about events. ഓക്കെ ആണല്ലോ? അപ്പൊ സെറ്റ് ആണല്ലോ? അപ്പൊ കൂടുതൽ റൈമിംഗ് വേർഡ്സുമായി, കൂടുതൽ കാര്യങ്ങളുമായി, കൂടുതൽ പാട്ടും പറച്ചിലുമായി നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വരും. സോ ഒരു ലൈവ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എൻഡ് ചെയ്യാതെ പോവുക. സോ നമുക്ക് അവിടെ കാണാം. സോ LSSന്റെ സ്പെഷ്യൽ ബാച്ചിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ മാധവ് സാറും മറ്റ് ടീച്ചേഴ്സും എല്ലാവരും അടങ്ങുന്ന ഒരു ടീമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സോ മാധവ് സാർ ഈസ് സൈനിങ് ഓഫ്. ബൈ.